രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സത്യമേവ ജയതേ എന്ന അതിജീവിതയുടെ പ്രതികരണം. രാഹുൽ ഒളിവിൽ പോകുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റാണ് അതിജീവിത പങ്കുവച്ചത്. രാഹുലിനെ പൊതുമധ്യത്തിൽ ആദ്യമായി തുറന്നു കാട്ടിയത് യുവനടി റിനി ആൻഡ് ജോർജ് ആയിരുന്നു. അതിന്റെ പേരിൽ അവർക്കെതിരെ വലിയ സൈബർ ആക്രമണവും അതിരുകടന്നു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായി പ്രതികരിച്ചു റിനി. ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്, വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോൾ കോടതി തന്നെ അങ്ങനെയല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞു പോയൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അത്രയും വിഷമമുണ്ട്. പക്ഷെ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി, ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തം ആനന്ദമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, കോടതിയുടെ ഈ വിധി വന്നതിന് ശേഷം, രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം അതിജീവിത പ്രതികരിച്ചത് സത്യമേവ ജയതേ എന്നാണ്. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു പ്രതികരണവുമായി വന്ന റിനി ആൻഡ് ജോർജിന്റെ വാക്കുകളാണെങ്കിലും സത്യം ജയിക്കട്ടെ എന്ന് തന്നെയാണ്. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പാർട്ടി പുറത്താക്കുക കൂടി ചെയ്തതോടുകൂടി വലിയ സന്തോഷ പ്രകടനങ്ങളാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം അത് അതിജീവിതയുടെ പ്രതികരണമാണ്. പരാതി നൽകിയപ്പോൾ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ പ്രതികരിച്ചത് അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിത കുറിച്ചത്. കറുത്ത പ്രതലത്തിൽ വെള്ളമഷി കൊണ്ട് സത്യമേവ ജയതേ എന്ന വരികളാണ് ഇന്ന് അതിജീവിത കുറിച്ചത്. മാത്രവുമല്ല, ഈ പരാതികൾക്കെല്ലാം തുടക്കം കുറിച്ച നടി റിനി ആൻഡ് ജോർജും ഇന്ന് പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി. സത്യത്തിന്റെ വിജയമാണ് ഇത് എന്നാണ് റിനിയുടെ ആദ്യ പ്രതികരണം. മാത്രവുമല്ല, അതിജീവിതകളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്നും ഇതിനെല്ലാം നിമിത്തമായതിൽ താനും സന്തോഷിക്കുന്നു എന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു. വലിയ സൈബർ ആക്രമണമാണ് റിനി ആൻഡ് ജോർജും അതിജീവിതയും നേരിട്ടത്. ഇത്തരത്തിൽ ഒടുവിലെങ്കിലും ഈ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തതിൽ സന്തോഷിക്കുന്നുവെന്നും റിനി ആൻഡ് ജോർജ് അടക്കമുള്ളവർ പ്രതികരിച്ചു.